എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഫെബ്രുവരി 11 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ 2026 ഒരുപാട് ഡിഗ്രി ലെവൽ എക്സാംസ് വരുന്നുണ്ട്. നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് പറയുമ്പോൾ പൊതുവെ പ്രിലിംസ് ആൻഡ് മെയിൻസ് പാറ്റേണിലാണ് നടക്കുക. ദെൻ ഈ വർഷം നടക്കാനിരിക്കുന്ന പ്രധാന എക്സാമുകൾ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ പോലീസ്, ദെൻ SBCID, ഇങ്ങനെ ഒരു വലിയ ലൈനപ്പ് തന്നെയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വെറും 2499 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 4999 രൂപയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് 2499 രൂപയ്ക്ക് ഞങ്ങൾ ലഭ്യമാക്കിയിരിക്കുകയാണ്. ദെൻ ഈ ഒരു ഫീ കുറച്ചെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഫീച്ചേഴ്സിനൊന്നും യാതൊരു കുറവുമില്ല. 400 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. ദെൻ ന്യൂ ആൻഡ് ഓൾഡ് SCERT ക്ലാസ്സുകളുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ട്. ദെൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ, ദെൻ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ, ദെൻ ഇതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഇതൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ മെന്റർ സപ്പോർട്ടും ഉണ്ട്. സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യുകയും ചെയ്യും. സോ ഇതെല്ലാം കൂടി ചേർത്താണ് ഈ ഒരു 2499 എന്ന് പറയുന്ന പ്രൈസ്. ദെൻ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഫോൺ നമ്പർ സ്ക്രീനിലുണ്ട്. 75 93 98 57 57. ദെൻ കോഴ്സിന്റെ വാലിഡിറ്റി ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. അതുകൂടി മറക്കണ്ട. ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിഗ്രി ലെവൽ എക്സാംസ് പോലെ തന്നെ നമ്മുടെ 10th ലെവൽ എക്സാംസും 2026 നടക്കാനുണ്ട്. പ്രത്യേകിച്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും വെബ്കോയിലും 2026 നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട എക്സാമുകളാണ്. ദെൻ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ 1499 എന്ന് പറയുന്ന പ്രൈസിൽ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 200 മണിക്കൂർ ഏറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ന്യൂ ആൻഡ് ഓൾഡ് SCERT ക്ലാസ്സുകൾ ഉണ്ടാവും. ദെൻ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ടാവും. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1499 ആണെന്നുള്ള കാര്യം മറക്കണ്ട. ദെൻ വാലിഡിറ്റി ലൈഫ് ടൈം വാലിഡിറ്റി ആയതുകൊണ്ട് വരാനിരിക്കുന്ന 2027 വരാനിരിക്കുന്ന LDC എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു കോഴ്സ് യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഫോൺ നമ്പർ സ്ക്രീനിലുണ്ട്. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അതുവഴി പർച്ചേസ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് കാഴ്ച വൈകല്യമുള്ള വനിതാ ജഡ്ജി ആകാൻ പോകുന്ന വ്യക്തി ആരാണ്? അപ്പോൾ എന്താണ്, കേരളത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, കാഴ്ച വൈകല്യമുള്ളൊരു വനിത എന്ത് ചെയ്യാൻ പോവുകയാണ്, ജഡ്ജി ആകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ പേര് എന്ന് പറയുന്നത് താന്യാനാഥൻ സി. എന്താണ്, താന്യാനാഥൻ സി എന്നാണ്. വളരെ കൃത്യമായിട്ട് ഒരു പേര് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ജസ്റ്റ് പത്രങ്ങളിൽ ഇങ്ങനെ വാർത്തയായിട്ട് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ചർച്ച ചെയ്തെന്ന് മാത്രം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമനോട് ചർച്ച ചെയ്യാൻ പോകുന്നത്, അതായത് എന്താണ്, പോർച്ചുഗലിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? അപ്പോൾ എന്താണ്, പോർച്ചുഗലിന്റെ പുതിയ പ്രസിഡന്റ് ആര് എന്നുള്ളതാണ്. അപ്പോൾ അത് അന്റോണിയോ ജോസ് സെഗുറോ. ആരാണ്? അന്റോണിയോ ജോസ് സെഗുറോയാണ്. കാരണം ഇപ്പോൾ റീസെന്റ് ആണ് അവിടെ ഇലക്ഷൻ നടന്നതല്ലേ. അപ്പോൾ ആ ഒരു ഇലക്ഷനിൽ എന്ത് ചെയ്തു, ഭൂരിപക്ഷം നേടിയതിനെ തുടർന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്, പോർച്ചുഗലിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ആര്, അന്റോണിയോ ജോസ് സെഗുറോ സ്ഥാനമേൽക്കാൻ പോകുന്നു. then ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതായത് റൺ ഓഫ് വോട്ടെടുപ്പിൽ ആന്ധ്ര വെഞ്ചുറയെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്തത്, ഇദ്ദേഹം സ്ഥാനമേൽക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റൺ ഓഫ് വോട്ടെടുപ്പ്. അതായത് എന്താണ് ഈ റൺ ഓഫ് വോട്ടെടുപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇലക്ഷൻ എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഇലക്ഷനിൽ ആർക്കും മതിയായ ഭൂരിപക്ഷം ഇല്ല എങ്കിൽ, അതായത് 50% വോട്ട് ഇല്ല എങ്കിൽ എന്ത് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ 2 പേര് തമ്മിൽ വീണ്ടും ഒരു ഇലക്ഷൻ, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടത്തും. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ആളായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, സ്ഥാനമേൽക്കാനായിട്ട് പോകുന്നത്. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, പോർച്ചുഗലിൽ ഇപ്പോൾ ഒരു റൺ ഓഫ് വോട്ടെടുപ്പ് നടന്നു. അതിൽ ആന്ധ്ര വെഞ്ചുറയെ പരാജയപ്പെടുത്തിയാണ് ഈ പറയുന്ന അന്റോണിയോ ജോസ് സെഗുറോ എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റായിട്ട് സ്ഥാനമേൽക്കാൻ പോകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 2025 സ്വച്ഛതാ പക്വാദ പുരസ്കാരങ്ങളിൽ ഒന്നാമതെത്തിയ തുറമുഖം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്, 2025 അവാർഡ് 24, 2025 പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്തു, വിലയിരുത്തിയിട്ടാണ് ഈ ഒരു അവാർഡ് എന്ത് ചെയ്യുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ 2025 സ്വച്ഛതാ പക്വാദ പുരസ്കാരങ്ങളിൽ ഒന്നാമതെത്തിയ തുറമുഖം, അതായത് ഏറ്റവും വൃത്തിയുള്ളത്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വിലയിരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നാമതെത്തിയ തുറമുഖം എന്ന് പറയുന്നത് ഏതാണ്, പാരാദ്വീപ് പോർട്ടാണ്. ഈ പറയുന്ന പാരാദ്വീപ് പോർട്ട് എന്ന് പറയുന്നത് എവിടെയാണ്, ഒഡീഷയിലാണ് അല്ലെ. ഒഡീഷയിലാണ് ഈ പറയുന്ന പാരാദ്വീപ് പോർട്ട് എന്ന് പറയുന്നത്. സോ അതുകൂടെ കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ SIRുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം ഓൾറെഡി തന്നെ നമ്മൾ SIRുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്, SIR സംബന്ധിച്ച എല്ലാ നടപടികളും പൂർത്തിയായ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്, SIR സംബന്ധിച്ച എല്ലാ നടപടികളും പൂർത്തിയായ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തേ ഉള്ളൂ. SIRുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലം
ഏതാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്? കുട്ടനാടാണല്ലേ, കുട്ടനാടാണ്. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ആ പറയുന്ന കുട്ടനാട് ഈ ആലപ്പുഴ ജില്ലയിലല്ലടാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞേ? SIR സംബന്ധിച്ച എല്ലാ നടപടികളും പൂർത്തിയായ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. then ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ മമതാ ബാനർജി, പശ്ചിമ ബംഗാളിന്റെ മമതാ ബാനർജി സുപ്രീം കോടതിയുടെ ഹർജിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഹാജരായിട്ടുണ്ടായിരുന്നു അല്ലേ? അതും എന്തുമായിട്ട് സംബന്ധിച്ചതാണ്? ഈ പറഞ്ഞ SIR സംബന്ധിച്ചതാണ്. സോ SIR-ഉമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും ഒരു പേജിൽ ഒന്ന് എഴുതിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്. അതായത് പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വേദിയാണ് കേട്ടോ. അതായത് പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ്. അപ്പോൾ KIFF 2026 ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് 2026 സംഘടിപ്പിക്കുന്നത്. വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. ദെൻ കേരളത്തിൽ നിന്നുള്ള മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള, അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് കലാകാരന്മാരും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിരുന്നു. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തത് ഒരു കവിതയുടെ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. വളരെ പ്രശസ്തമായ, നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന, സമൂഹത്തിലൊക്കെ ശ്രദ്ധ നേടിയ ഒരു കവിതയായിരുന്നു കന്നഡ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും തിമിരം എന്ന് തുടങ്ങുന്ന ഒരു കവിത എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അങ്ങനെയുള്ള ആ ഒരു കവിതയുടെ 25ാം വർഷം എന്ത് ചെയ്യുന്നു? 2026 ആചരിക്കുകയാണ്. അപ്പോൾ 2026 25 വർഷം പൂർത്തിയാക്കിയ മലയാള കവിത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കന്നഡ എന്ന് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കവിതാ സമാഹാരമാണ് ഈ പറയുന്ന കന്നഡ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു കവിതയാണ് ഈ പറയുന്ന കന്നഡ. അതിനകത്ത് വേറെയും ഒരുപാട് കവിതകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുവിധം എന്താണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധ നേടിയ ഒരുപാട് കവിതകൾ അതിനകത്തുള്ളതാണ്. ഇതിന് നല്ലതിരിക്കട്ടെ. അപ്പോൾ ഈ പറയുന്ന കന്നഡ എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുരുകൻ കാട്ടാക്കടയാണ് കേട്ടോ. മുരുകൻ കാട്ടാക്കടയാണ്. സോ ആ ഒരു പേരും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ മുരുകൻ കാട്ടാക്കടയുടെ കന്നഡ എന്ന് പറയുന്ന കവിതയുടെ 25ാം വാർഷികം 2026 ആചരിക്കുകയാണ്. കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ഓഫർ അറിയിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പഴയ PSC ബുക്കുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാനുള്ള ഒരു സുവർണാവസരം ടാലന്റ് ഒരുക്കിയിരിക്കുകയാണ്. അതായത് ടാലന്റിന്റെ ഓൾഡ് ബുക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 1 കിലോ പുസ്തകം എന്ത് ചെയ്യാൻ പറ്റും? 99 രൂപയ്ക്ക്. ശ്രദ്ധിക്കുക, ഓൾഡ് ബുക്ക് ക്ലിയറൻസ്, പഴയ പുസ്തകങ്ങൾ മാത്രമേ ഉള്ളേ. അപ്പോൾ ഓൾഡ് ബുക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് 1 കിലോ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ 99 രൂപയ്ക്ക് വാങ്ങിക്കാവുന്നതാണ്. ഈ ഓഫർ വളരെ ലിമിറ്റഡ് ഓഫറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ പറഞ്ഞു തരാം. 85 90 57 57 10 അല്ലെങ്കിൽ 85 90 57 57 12 ഈ 2 നമ്പറുകളിൽ ഏതിലെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ veranda.channelgala.com/books എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാലും മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ടെൻഡർ ക്ഷണിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് സാവൽകോട്ട് പദ്ധതി. അപ്പോൾ എന്താണ് സാവൽകോട്ട് പദ്ധതിക്കായിട്ട് അതിന്റെ നിർമ്മാണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ പ്രശ്നം രൂക്ഷമാകാൻ പോകുന്നത് പാകിസ്ഥാനായിരിക്കും. കാരണം അവരെ ബാധിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന സാവൽകോട്ട് പദ്ധതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പറയുന്ന സിന്ധു നദീജല കരാറൊക്കെ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു, മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും ഈ ഒരു സാവൽകോട്ട് പദ്ധതിക്ക് ജീവൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത് നിലവിൽ വരാൻ പോകുന്നത് ചെനാബ് നദിയിലാണ്. എവിടെയാണ്? ചെനാബ് നദിയിലാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യുക. സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാവാം, സാവൽകോട്ട് പദ്ധതി നിലവിൽ വരുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ചെനാബാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ബജറ്റ് സമ്മേളനത്തിൽ സ്വന്തം സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? അപ്പോൾ നമുക്കറിയാം സാധാരണ ബജറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് യൂണിയൻ ബജറ്റിന് മുമ്പ് ഒരു സാമ്പത്തിക സർവേ അവതരിപ്പിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ അതിൻ്റെ അതേ മാതൃകയിൽ എന്ത് ചെയ്യുന്നു? ഒരു ഇന്ത്യൻ സംസ്ഥാനം ഇതാദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? ബജറ്റിന് മുൻപായിട്ട് സ്വന്തം സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ബജറ്റ് സമ്മേളനത്തിൽ സ്വന്തം സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ CM അറിയാലോ, യോഗി ആദിത്യനാഥാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 100% ഇൻഷുറൻസ് പരിരക്ഷ കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? 100% ഇൻഷുറൻസ് പരിരക്ഷ കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ആൽവാർ ജില്ലയാണ്. ഇതെന്ന് പറയുന്നത് എവിടെയാണ്? രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാനിലെ ആൽവാർ ജില്ല ഒരു ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിരിക്കുന്നു. എന്താണ്? 100% ഇൻഷുറൻസ് പരിരക്ഷ കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എന്ന് പറയുന്ന നേട്ടമാണ് ആൽവാർ ജില്ല കൈവരിച്ചിരിക്കുന്നത്. ദെൻ 2047 എല്ലാവർക്കും ഇൻഷുറൻസ് എന്നൊരു ലക്ഷ്യത്തിന്റെ
പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് കൈവരിച്ചിരിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2026 ഫെബ്രുവരിയിൽ ലോകബാങ്കിന്റെ $830 മില്യൺ വായ്പ അനുവദിക്കപ്പെട്ട ഇന്ത്യയുടെ പദ്ധതി. അതായത് ഒരു ഇന്ത്യൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ലോകബാങ്ക് $830 മില്യൺ വായ്പ അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏത് പദ്ധതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PM സേതു. ഇതാണ് PM സേതു എന്ന് പറയുന്ന പദ്ധതിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2025 ലോഞ്ച് ചെയ്ത ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, PM സേതു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് എന്ന് പറയുന്നത് പ്രധാൻ മന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫോർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ITIs. എന്താണ് പറഞ്ഞത്, പ്രധാൻ മന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫോർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ITIs എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് PM സേതുവിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ ITIകളെ എന്ത് ചെയ്യുക, കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യുക, അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികാസം എന്ത് ചെയ്യുക, ഉണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുള്ളൊരു പദ്ധതിയാണ് എന്ന് പറയുന്നത് PM സേതു എന്ന് പറയുന്നത്. അപ്പോൾ ആ പദ്ധതിക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലോകബാങ്കിന്റെ വായ്പ ലഭിച്ചിരിക്കുന്നത്. സോ അതുകൂടെ നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പത്രങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ദേശസുരക്ഷാ നിയമം ലംഘനം നടത്തിയെന്ന പേരിൽ ആ ഒരു കേസിൽ 20 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ച ഹോങ്കോങ് ജനാധിപത്യവാദി ആരാണ്? അപ്പോൾ ഹോങ്കോങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രപ്രവർത്തകൻ, ജനാധിപത്യവാദി, ബ്രിട്ടീഷ് പൗരത്വമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് 20 വർഷത്തെ തടവ് ലഭിച്ചിരിക്കുകയാണ്. അതായത് ദേശസുരക്ഷാ നിയമ ലംഘനം നടത്തി എന്ന കുറ്റം ആരോപിച്ചിട്ടാണ് അദ്ദേഹത്തിന് തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ജിമ്മി ലായ്. എന്താണ് ജിമ്മി ലായ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സോ ഈ ഒരു പേര് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാൻ ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു പത്രത്തിന്റെ സ്ഥാപകനാണ് കേട്ടോ. അതായത് ആപ്പിൾ ഡെയിലി എന്ന് പറയുന്ന പത്രം 1995 ആപ്പിൾ ഡെയിലി എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അതിന് പുറമേ തന്നെ ഈ ഒരു പത്രം ഇപ്പോൾ റീസെന്റ് ആയിട്ട്, അതായത് 2021 ഈ ഒരു പത്രം പൂട്ടിക്കുകയുണ്ടായി. സോ അതുകൂടെ നോട്ട് ചെയ്യുക. 2021 ആപ്പിൾ ഡെയിലി എന്ന് പറയുന്ന പത്രം പൂട്ടി. അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ജിമ്മി ലായി ആണ്. സോ അതുകൂടെ നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS ഈ വർഷം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ആ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വെറും 999 എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ ടാലന്റ് ഒരു റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റേറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് ഫീച്ചേഴ്സ് ഒന്നും കുറവൊന്നുമില്ല. അതായത് 200 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്, ടോപ്പിക് വൈസ് റിവിഷൻ എക്സാം ഉണ്ട്, ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും, ഇതിൻ്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും, മെന്റർ സപ്പോർട്ടും സിലബസ് ഫുൾ കവറേജും ഇതെല്ലാം കൂടി ചേർത്ത് വെറും 999 എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ ഞങ്ങൾ നൽകുകയാണ്. സോ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഫോൺ നമ്പർ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. സോ അതുവഴി പർച്ചേസ് ചെയ്യുക, പഠിക്കുക. വാലിഡിറ്റി ലൈഫ് ടൈം ആണ്. സോ ഈ വർഷം തന്നെ ഒരു ഗവൺമെന്റ് ജോലി കയറണമെങ്കിൽ ഉടനെ തന്നെ പർച്ചേസ് ചെയ്യുക, പഠനം ആരംഭിക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് കേരളത്തിൽ ആദ്യമായിട്ട് കാഴ്ച വൈകല്യമുള്ള വനിതാ ജഡ്ജിയാകാൻ പോകുന്ന വ്യക്തിയെ പറ്റി പറഞ്ഞു, താനിയ നാഥൻ സി ആണ്. അതിനുശേഷം പോർച്ചുഗലിന്റെ പുതിയ പ്രസിഡന്റിന്റെ പേര് പറഞ്ഞു, അന്റോണിയോ ജോസ് സെഗുറോയാണ്. അതിനുശേഷം ഒരു പുരസ്കാരമാണ് പറഞ്ഞത്. അതായത് 2025 സ്വച്ഛതാ പഗ്വാദ പുരസ്കാരങ്ങളിൽ ഒന്നാമതെത്തിയ തുറമുഖം ഏതാണെന്ന് പറഞ്ഞു, അത് പാരാദ്വീപ് പോർട്ടാണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് SIR സംബന്ധിച്ച എല്ലാ നടപടികളും പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ആലപ്പുഴയാണ്. അതിനുശേഷം പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന്റെ വേദി പറഞ്ഞു, എവിടെയാണ്? തിരുവനന്തപുരമാണ്. 2026 സംഘടിപ്പിച്ചത്. അതിനുശേഷം പറഞ്ഞത് 2026 ഒരു കവിതയുടെ 25 വർഷം പൂർത്തിയാവുകയാണ്. ഏതാണ് ആ കവിത? കണ്ണട. എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മുരുകൻ കാട്ടാക്കടയാണ്. അതുകൂടി നോട്ട് ചെയ്യുക. ഇനി അതിനുശേഷം പറഞ്ഞ് എന്തായിരുന്നു? സാവൽകോട്ട് പദ്ധതി, ചെനാബ് നദിയിൽ വരാൻ പോകുന്ന പ്രോജക്റ്റ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിനായിട്ടുള്ള കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു? ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. അതിനുശേഷം പറഞ്ഞു ബജറ്റ് സമ്മേളനത്തിൽ സ്വന്തം സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണെന്ന് പറഞ്ഞല്ലേ. അതിനുശേഷം 100% ഇൻഷുറൻസ് പരിരക്ഷ കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല രാജസ്ഥാനിലെ ആൽവാർ ജില്ലയാണ്. അതിനുശേഷം പറഞ്ഞത് PM സേതു എന്ന് പറയുന്ന പദ്ധതിക്ക് ലോക ബാങ്ക് എന്ത് ചെയ്തിരിക്കുന്നു? വായ്പ അനുവദിച്ചിരിക്കുകയാണ്. അതായത് $830 മില്യൺ ആണ് വായ്പയായിട്ട് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ITIകളുടെയൊക്കെ എന്ത് ചെയ്യുക? നിലവാരം ഉയർത്തുക, അതുവഴി എന്ത് ചെയ്യുക? കുട്ടികളുടെ നൈപുണ്യ വികസനം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റ്, PM സേതു എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ ലക്ഷ്യം. അതുകൂടി നോട്ട് ചെയ്യണം. അതിനുശേഷം ദേശസുരക്ഷാ നിയമ ലംഘനം നടത്തിയെന്ന കേസിൽ 20 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ച ഹോങ്കോങ് ജനാധിപത്യവാദി ആരാണ്? ജിമ്മി ലായി ആണ്. സോ ഈ ഒരു പേര് കൂടി നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ഖനി ദുരന്തം നടന്നത് എവിടെയെന്നാണ്? അസം, മണിപ്പൂർ, ത്രിപുര, മേഘാലയ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഏതെന്നാണ്? അഗ്നി 3 ആണോ, 4 ആണോ, 5 ആണോ, 6 ആണോ? കമന്റ് ചെയ്യുക.
ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അയ്യ വൈകുണ്ഠസ്വാമി മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് കൾച്ചറൽ സെന്റർ സ്ഥാപിതമാകുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് വഞ്ചൂരാണ്. വഞ്ചൂർ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, സ്ഥലം അനുവദിച്ചുകൊണ്ട് നമ്മുടെ കേരള മന്ത്രിസഭ എന്ത് ചെയ്തിരിക്കുന്നു, തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ പറയുന്ന വൈകുണ്ഠസ്വാമിയാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. അതാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കൃത പ്രസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. ദെൻ വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറഞ്ഞതും സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ സ്വയം മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് പ്രഖ്യാപിച്ചതും മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്, വൈകുണ്ഠസ്വാമി തന്നെയാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ രണ്ടാമത്തെ ചോദ്യം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. SIR നടപടികൾ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതാണടാ? ഇപ്പോൾ പറഞ്ഞു ഏതാണ്, കുട്ടനാടാണ്. ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ഫെബ്രുവരി 11 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.